നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാ കുതികാല് വെട്ടിയാലേ ജയം ഉണ്ടാവുമെന്ന് പലരും പറയും. പക്ഷേ വെട്ടുന്നത് ആരുടേതാണെന്ന് നോക്കി വേണം വെട്ടാൻ. വെട്ട് കൊണ്ടിട്ട് തിരികെ എണീറ്റ് വരാൻ ത്രാണിയുള്ളവനാണെങ്കിൽ തൊടാൻ പോകരുത്. ഒറ്റ വെട്ടിന് തീരണം, തീർത്തേക്കണം. ബാലേട്ട, എനിക്ക് ചെറിയൊരു ഭയമുണ്ട്. ബാലേട്ടൻ ആ വിളി എനിക്ക് നന്നായിട്ട് അങ്ങ് സുഖിച്ചു. എടാ, 5-6 വർഷം മുമ്പ് തോളത്തും കൈയിട്ട് ഒന്നിച്ച് പല കന്നന്തിരിവുകൾ കാണിച്ചിട്ടുള്ളവരാ നമ്മള്. എന്നിട്ടും നിനക്കിപ്പൊ ഞാൻ ബാലേട്ടനായി. എങ്ങനെയാടാ അത്? അതാടാ പൊളിറ്റിക്സിന്റെ ഒരു പവർ. അധികാരവും ഉളുപ്പില്ലായ്മ അല്പം മനസാക്ഷിക്കുറവും കൈ മുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വേഷമൊക്കെ ഇട്ട് ഒരുങ്ങിയങ്ങ് ചെന്നാ ജനിപ്പിച്ച അച്ഛനമ്മമാര് വരെ എഴുന്നേറ്റ് നിന്ന് സാറേന്ന് വിളിക്കും. പിന്നെ നീ പറയുന്ന ഭയം, അതാ ഞാൻ മുന്നേ പറഞ്ഞത്, വെട്ടുമ്പോ തീർത്ത് വെട്ടണോന്ന്. ശാലിനിക്ക് കൊടുത്തിരിക്കുന്നതേ അവളുടെ കഴുത്തോട് ചേർന്നുള്ള വെട്ട. കൊരവള്ളി അടക്കം അറ്റു വീഴും. ഇനി അവള് ശബ്ദിക്കത്തില്ല. എന്നാലും എനിക്ക് പേടിയുണ്ട് ബാലേട്ട. അവളെ കുറിച്ച് കേട്ടിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്നവളാണെന്നാ. പക്ഷെ അവള് തിരിച്ചടിക്കുമെന്ന് നല്ല ഭയമുണ്ട് എനിക്ക്. ബാലേട്ടന് ചൈന കോളനിയിൽ നിന്ന് കിട്ടിയത് കണ്ടോണ്ടുന്ന ആളല്ല ഞാൻ. എന്തിനും മടിക്കാത്തവളാ ശാലിനി. ആ സംഭവേ എനിക്ക് അല്പം ക്ഷീണം ഉണ്ടാക്കിയെന്നുള്ള സത്യവാ. അവൾക്കല്പം മൈലേജ് കൂടുകയും ചെയ്തു. അല്പമല്ല, നന്നായിട്ടങ്ങ് കൂടി. അതാടാ ഇപ്പൊ ഗുണമായത്. വെള്ളി വെളിച്ചത്ത് നിൽക്കുന്നവരെയാ വെട്ടി വീഴ്ത്താൻ എളുപ്പം. നമ്മളൊന്ന് വെട്ടിയാ അസൂയക്കാര് ചേർന്ന് 1000 വെട്ടും. നിലത്തേക്കൊന്ന് വീഴേണ്ട താമസം. ഇലയും ചില്ലയും പഴവും കുരുവൊക്കെ സോഷ്യൽ മീഡിയ പിച്ചി ചീന്തി അങ്ങ് എടുത്തോളും. ശാലിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ അതാ. തലമണ്ട നോക്കിയല്ലേ ആ സജീവര് അടി കൊടുത്തിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ മാനസിക പീഡനവും സ്വേച്ഛാധിപത്യവും അതോടെ തീർന്നില്ലേടാ അവള്. സോഷ്യൽ മീഡിയയിലെ അവളെ ഇപ്പൊ പൊങ്കാലിട്ടോണ്ടിരിക്കുക. പക്ഷെ ബാലേട്ട, ഹോസ്പിറ്റലിലായ കുട്ടികളുടെ അവസ്ഥ കുറച്ച് സീരിയസാ. അതിനാർക്കാ ചെയ്തോ അലക്സേ? വെറും ചേരി പിള്ളേര്, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവര്. അലക്സേ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കാം. കുട്ടികളെന്ന് പറയുമ്പോ എല്ലാ കുട്ടികളെ അങ്ങനെ കുട്ടികളായിട്ട് കാണരുത്. മൂക്കൊലിപ്പിച്ച് സർക്കാർ സ്കൂളിൽ പോയി ഉച്ചക്കഞ്ഞിക്ക് കാത്തിരിക്കുന്ന ദരിദ്രവാസി പിള്ളേരെയൊക്കെ നമ്മുടെ പിള്ളേരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടുണ്ടോ? വഴി വെച്ച് കാണുന്ന പട്ടിക്കും പൂച്ചയ്ക്കുള്ള വില കൊടുത്താ മതി. വണ്ടിയിടിച്ച് ചത്താലും ആരും ചോദിക്കാനുമില്ല, കണ്ണീരൊഴുക്കാനുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.